പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫ്രെയിംസ് ആണ്. എന്താണ് ഫ്രെയിംസ്? അതായത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിലൊക്കെ നമ്മളൊരു ബ്രൗസർ വിൻഡോയിൽ ഒരു സിംഗിൾ വെബ് പേജ് ലോഡ് ചെയ്യുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഒരു സിംഗിൾ വെബ് പേജ്? ഓക്കെ, വി ക്യാൻ ലോഡ് വി ക്യാൻ ലോഡ് മോർ ദാൻ വൺ വെബ് പേജ്. വി ക്യാൻ ലോഡ് മോർ ദാൻ വൺ വെബ് പേജ് ഫ്രം ഇൻ എ സിംഗിൾ ബ്രൗസർ വിൻഡോ. ഒരു സിംഗിൾ ബ്രൗസർ വിൻഡോയിൽ ഈ ഒരു ബ്രൗസർ വിൻഡോയിൽ ഇപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താ? ഒരൊറ്റ വെബ് പേജ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബ്രൗസർ വിൻഡോയിൽ തന്നെ എന്ത് ചെയ്യാം? ഒന്നിലധികം വെബ് പേജുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Okay, that is HTML provides a facility to partition the browser window into different sections. Browser window ne നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് സെക്ഷനുകളാക്കി എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഓരോ പാർട്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറെൻറ്റ് വെബ് പേജസുകളെ ലോഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ്? HTML provides a facility to partition the browser window into different sections. ഇപ്പോൾ നമുക്കിങ്ങനെ ഇതിവിടെ 3 സെക്ഷനാക്കി ഡിവൈഡ് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഡിവൈഡ് ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് എന്താ, ഈ ഓരോ സെക്ഷനിലും നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഡിഫറെൻറ്റ് വെബ് പേജുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇങ്ങനത്തെ ഓരോ ഡിഫറെൻറ്റ് സെക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രെയിംസ് എന്നാ പറയാം. എന്താ പറയാ? ഫ്രെയിംസ്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താ ഫ്രെയിംസ് എന്ന് വെച്ചാൽ എന്താണ് HTML in HTML we can divide a browser window into, we can partition or we can divide the browser window into different section, and in each section we can load different HTML pages, web pages. ക്ലിയർ അല്ലേ? ആൻഡ് ഈച്ച് സെക്ഷൻ, ഇവിടെ ഉള്ള ഈ ഓരോ സെക്ഷനായിട്ട് എത്ര സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്താൽ അത്രയും ഓരോ സെക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഇനി HTML നമ്മൾ ഫ്രെയിംസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഫ്രെയിം സെറ്റ് ടാഗാണ്. എന്താണ്? ഫ്രെയിം സെറ്റ് ടാഗ്. അപ്പോൾ ഫ്രെയിം സെറ്റ് ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഫ്രെയിംസ് ഇൻ HTML. ഓക്കെ, ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. കണ്ടെയ്നർ ടാഗ് എന്ന് പറയുമ്പോൾ എന്താ? ഓപ്പണിംഗ് ടാഗ് ഉണ്ടാവും, ക്ലോസിംഗ് ടാഗ് ഉണ്ടാവും. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ഈ ഫ്രെയിം സെറ്റിന്റെ ആട്രിബ്യൂട്ട്സ് ഡിസ്കസ് ചെയ്യാം. ആട്രിബ്യൂട്ട്സ് ഓഫ് ഫ്രെയിം സെറ്റ് ടാഗ് എങ്ങനെയാണ് നമുക്ക് ഫ്രെയിം ആക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ? വി ആർ യൂസിങ് ദ ടാഗ് ഫ്രെയിം സെറ്റ് ടാഗ് ടു ക്രിയേറ്റ് ദ ഫ്രെയിംസ്. ഈ ഫ്രെയിംസ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ബ്രൗസർ വിൻഡോയിൽ ഡിഫറെൻറ്റ് സെക്ഷനാണ് ഫ്രെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രെയിംസ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് എന്താണ്? ഫ്രെയിം സെറ്റ് ടാഗാണ്. ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. ഇനി ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഓരോ ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ടുകൾ നമ്മൾ ലാസ്റ്റ് വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താ? ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്. ഒരു പ്രധാന ആട്രിബ്യൂട്ട്, ഒന്നാമത്തെ ആട്രിബ്യൂട്ട് കോളംസ്. എന്താണ്? കോളംസ്. That is, this attribute is used to specify the vertical frames, to create the vertical frames. Clear അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് എന്താ ഫ്രെയിം സെറ്റ് എങ്ങനെയത് ചെയ്യുന്നതെന്ന് പറഞ്ഞാലോ. ഫ്രെയിം സെറ്റ് ഏതാ ആട്രിബ്യൂട്ട്? എന്താ? കോളംസ് ഈക്വൽ ടു നമുക്ക് എന്താ? ഇപ്പോൾ ഒരു 3 ക്രിയേറ്റ് ചെയ്യണം. ഒന്ന് 30%, ഒന്ന് 500 പിക്സൽസ്, ദെൻ ബാക്കി ഒരു സ്റ്റാർ. ഇങ്ങനെ നമ്മൾ കൊടുത്താൽ ഇപ്പോൾ ഫ്രെയിം സെറ്റ് കോളംസ് ഈക്വൽ ടു 30%, 500 സ്റ്റാർ ഇങ്ങനെ കൊടുത്താൽ എന്താ അർത്ഥം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇറ്റ് ക്രിയേറ്റ്സ് 3 വെർട്ടിക്കൽ ഫ്രെയിംസ്. ഇവിടെ 3 വെർട്ടിക്കൽ ഫ്രെയിംസ് ഉണ്ട്. നമുക്ക് ഈ കോളത്തിൻ്റെ ഈ സ്പേസ് ഏരിയ നമുക്ക് 2 തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ കോളത്തിൻ്റെ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് എന്താ?
പെർസെൻറ്റേജ് ഓഫ് ദ എന്താ ബ്രൗസർ വിൻഡോന്റെ വിഡ്ത്തിന്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് ഫസ്റ്റ് ഫ്രെയിം വരേണ്ടത്. ക്ലിയർ അല്ലേ? ബ്രൗസർ വിൻഡോന്റെ വിഡ്ത്തിന്റെ 30% ആണ് ഇത്. അപ്പോൾ ഫസ്റ്റ് ഇതെന്തായിരിക്കും 30% ഓഫ് ദ ബ്രൗസർ വിൻഡോ. നെക്സ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന 500 പിക്സൽസ് ആണ്. എന്താണ്? 500 പിക്സൽസ്. അപ്പോൾ ഈ ഫ്രെയിം എത്രയായിരിക്കും ഏരിയ? 500 പിക്സൽസ് വിഡ്ത്ത് ഉണ്ടാവും. ക്ലിയർ അല്ലേ? ദെൻ റിമൈനിങ് പോർഷൻ ഏതിന് വരും? തേർഡ് ഫ്രെയിം. അതാണ് സ്റ്റാർ മാർക്ക് എന്ന് കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 30% യൂസ് ചെയ്തു, 500 പിക്സൽ യൂസ് ചെയ്തു, അപ്പോൾ 2 ഫ്രെയിം കഴിഞ്ഞു. ബാക്കിയുള്ള റിമൈനിങ് സ്പേസ് ഈസ് യൂസ്ഡ് ഫോർ ദ തേർഡ് ഫ്രെയിം. ക്ലിയർ അല്ലേ? ഇനി ഇത് 2% കൊടുക്കുക, അല്ലെങ്കിൽ 2 പിക്സലിൽ കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും കൊടുക്കുക. ഇതിൽ നമ്മൾ എല്ലാ മോഡലും പറഞ്ഞു എന്ന് മാത്രം. That is, we can specify the columns, the values for columns attribute in 2 ways. ഏതൊക്കെയാ? ഒന്ന് percentage of the browser window, നെക്സ്റ്റ് എന്താണ്? നമ്പർ ഓഫ് പിക്സൽസ്. ഓക്കെ, ദിസ് സ്റ്റേറ്റ്മെന്റ്, ഈ ഫ്രെയിം സെറ്റിൽ ദിസ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ക്രിയേറ്റ്സ് 3 വെർട്ടിക്കൽ ഫ്രെയിംസ്. ഇതാണ് 3 കോളംസ് എന്ന് കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ഫ്രെയിം എന്താ? ഇസ് ഓഫ് 30% ഓഫ് ദ ബ്രൗസർ വിൻഡോ. ദെൻ എന്താ? ദ സെക്കൻഡ് ഫ്രെയിം ഈസ് ഓഫ് 500 പിക്സൽസ്. പെർസെൻറ്റേജ് അല്ല, 500 പിക്സൽസ്. ഇത് രണ്ടും കഴിഞ്ഞ് ബാക്കിയുള്ള സ്പേസ്, ദ റിമൈനിങ് സ്പേസ് ഈസ് യൂസ്ഡ് ഫോർ എന്താണ്? തേർഡ് ഫ്രെയിം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് 2 കോളംസ് ഈക്വൽ ടു, ഇപ്പോൾ എത്ര, ഇപ്പോൾ 2 എണ്ണം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒന്നെന്താ? ഇപ്പോൾ കോളംസ് ഈക്വൽ ടു എന്താ? ഇപ്പോൾ 500 പിക്സൽ ഫസ്റ്റ് ഫ്രെയിം, ബാക്കിയുള്ളത്. അപ്പോൾ എന്തായി? രണ്ട് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യും. ഫസ്റ്റ് ഫ്രെയിം എന്താ? 500 പിക്സൽ ഉണ്ട്, ബാക്കി എന്താണ്? ബാക്കിയുള്ള ഏരിയ സെക്കൻഡ് ഫ്രെയിമിന് യൂസ് ചെയ്തു. ഇനി അടുത്തത് റോസ്. കോളംസിൻ്റെ നേരെ അതേപോലെ ഉപയോഗിക്കുന്നത് എന്താ? റോസ് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ക്രിയേറ്റ്സ് ഹൊറിസോണ്ടൽ ഫ്രെയിംസ്. അപ്പം ഇങ്ങനെയുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രെയിം എങ്ങനെ ഡിവൈഡ് ചെയ്യുക? ഇങ്ങനെ ഡിവൈഡ്. റോസ്. കോളംസ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ഫ്രെയിമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. റോസ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ഫ്രെയിമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ വാല്യൂസ് കൊടുക്കാം. റോസിന് നമുക്ക് എന്ത് ചെയ്യാം? 2 തരത്തിലും വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്നെന്താ? പെർസെൻറ്റേജിൽ സെറ്റ് ചെയ്യാൻ പറ്റും, മറ്റേതെന്താണ്? നമ്പർ ഓഫ് പിക്സൽസിൽ എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇപ്പോൾ റോസ് ഈക്വൽ ടു ഇപ്പോൾ എന്താ? 20%, പിന്നെന്താ? 500, അല്ലെങ്കിൽ എന്താ? 400, ദെൻ സ്റ്റാർ. ഇങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഫസ്റ്റ് ഹൊറിസോണ്ടൽ ഫ്രെയിം, ഈ ഫ്രെയിം 20% ഓഫ് ദ ബ്രൗസർ വിൻഡോ. ദെൻ എന്താ? 400 പിക്സൽസ്, പിന്നെന്താ? സ്റ്റാർ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കി ദ റിമൈനിങ് സ്പേസ് ഈസ് യൂസ്ഡ് ഫോർ തേർഡ് ഫ്രെയിം. ഇസ് ഇറ്റ് ക്ലിയർ? ഇപ്പോൾ നമ്മൾ ഫ്രെയിം സെറ്റിന്റെ ആട്രിബ്യൂട്ട്സിൽ കോളംസ് പറഞ്ഞു, റോസ് പറഞ്ഞു. അടുത്ത ആട്രിബ്യൂട്ട് ബോർഡർ കളറും. ബോർഡർ എന്തിനാ? വി ക്യാൻ സ്പെസിഫൈ ദ തിക്നെസ് ഓഫ് ദ ബോർഡർ. ഓഫ് ദ ബോർഡർ ടു ദ ഫ്രെയിം. ഫ്രെയിമിന്റെ ബോർഡറിന് എന്ത് ചെയ്യാം? തിക്നെസ് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് വി ക്യാൻ സ്പെസിഫൈ ഇൻ ടേംസ് ഓഫ് പിക്സൽസ്. നമ്മൾ എത്ര പിക്സലാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോർഡറിന്റെ തിക്നെസ് കൊടുക്കാൻ പറ്റും. അതുപോലെ ബോർഡർ കളർ എന്തിനാ? വി ക്യാൻ സ്പെസിഫൈ ദ ബോർഡർ കളർ. ആ ബോർഡറിന് ഡിഫറെൻറ്റ് കളേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വി ക്യാൻ സ്പെസിഫൈ ദ ബോർഡർ കളർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത്? ഫ്രെയിം സെറ്റ് ടാഗിന്റെ ആട്രിബ്യൂട്ട്സ്. ചിലപ്പോൾ ചോദിക്കും, വാട്ട് ആർ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ഫ്രെയിം സെറ്റ് ടാഗ്? അപ്പോൾ ഏതൊക്കെയാ? കോളംസ്, റോസ്, ബോർഡർ കളർ. അടുത്തത് ഫ്രെയിം ടാഗ്. ഓക്കെ, ഫ്രെയിം ടാഗും ഉണ്ട്, ഫ്രെയിം സെറ്റ് ടാഗും ഉണ്ട് കേട്ടോ. അപ്പം എന്താ? ഫ്രെയിം സെറ്റ് ടാഗാണ് നമ്മൾ എന്തിന്? ആ ബ്രൗസർ വിൻഡോനെ ഡിഫറെൻറ്റ് ഫ്രെയിമുകളാക്കാൻ ഉപയോഗിക്കുന്ന ടാഗാണ് എന്ത്? ഫ്രെയിം സെറ്റ് ടാഗ്. ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് സെക്ഷനുകളാക്കി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തു? ബ്രൗസർ വിൻഡോനെ ഒരു 3 സെക്ഷനാക്കി, 3 ഫ്രെയിമുകളാക്കി. ഇനി എന്ത് ചെയ്യണം? ഈ ഓരോ ഫ്രെയിമിലും നമുക്ക് എന്ത് ചെയ്യണം? ഡിഫറെൻറ്റ് വെബ് പേജുകൾ ലോഡ് ചെയ്യണം. വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രെയിം ആക്കുന്നത് അല്ലേ? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കൺസെപ്റ്റ്. എന്താ? വി ക്യാൻ ലോഡ് മോർ ദാൻ 1 വെബ് പേജസ് ഇൻ എ സിംഗിൾ ബ്രൗസർ വിൻഡോ. ഒരു സിംഗിൾ ബ്രൗസർ വിൻഡോയിൽ ഒന്നിലധികം വെബ് പേജുകളെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ബ്രൗസർ വിൻഡോനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്ത് നമ്മൾ എന്താക്കുന്നത്? ഫ്രെയിംസ് ആക്കുന്നത്.
അങ്ങനെ ഫ്രെയിംസ് ആക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് എന്ത്? ഫ്രെയിം സെറ്റ് ടാഗ്. ഓക്കെ, ഇനി അങ്ങനെ ഫ്രെയിം ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഓരോ ഫ്രെയിംസിലും നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ എത്ര ഫ്രെയിംസ് ആക്കുന്നുണ്ടോ അത്രയും എന്ത് ചെയ്യണം? അത്രയും വെബ് പേജുകൾ നമ്മൾ എന്ത് ചെയ്യണം? ലോഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ വെബ് പേജ് ലോഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് എന്ത്? ഫ്രെയിം ടാഗ്. എന്താ പറയാ? ഫ്രെയിം ടാഗ്. ഇറ്റ് ഈസ് എൻ എംപ്റ്റി ടാഗ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫ്രെയിം സെറ്റ് ടാഗ് എന്ത് ടാഗാണ്? കണ്ടെയ്നർ ടാഗാണ്. പക്ഷെ ഫ്രെയിം ടാഗ് എന്ത് ടാഗാണ്? എംപ്റ്റി ടാഗാണ്. എംപ്റ്റി ടാഗ് എന്ന് പറഞ്ഞാൽ അതിന് ക്ലോസിംഗ് ഇല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യും? ഇപ്പോൾ ഫ്രെയിം, അപ്പോൾ ഇങ്ങനെ എത്ര ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ അത്രയും ഫ്രെയിം എഴുതും നമ്മൾ. ക്ലിയർ അല്ലേ? ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ ഉള്ളിലാണ് ഈ ഫ്രെയിം എഴുതുന്നത്. ഓക്കെ, ഫ്രെയിം ഇതിൻ്റെ ഒരു മെയിൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് SRC എന്നുള്ളതാണ്. SRC മീൻസ് എന്താ? സോഴ്സ്. എന്താണ്? സോഴ്സ്. ഇതിൽ ഏത് HTML പേജാണ് അല്ലെങ്കിൽ ഏത് വെബ് പേജാണ് ലോഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SRC ഈക്വൽ ടു എന്താ? ഇപ്പോൾ sample1.html. അപ്പോൾ sample1.html എന്ന് പറയുന്ന വെബ് പേജ് എവിടെ ലോഡ് ചെയ്യും? ഫസ്റ്റ് ഫ്രെയിമിൽ ലോഡ് ചെയ്യും. അടുത്ത ഫ്രെയിം SRC ഈക്വൽ ടു sample2.html എന്ന് പറഞ്ഞാൽ അത് എവിടെ ലോഡ് ചെയ്യും? സെക്കൻഡ് ഫ്രെയിമിൽ ലോഡ് ചെയ്യും. അടുത്ത ഫ്രെയിം SRC ഈക്വൽ ടു sample3.html എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് HTML പേജ്. ദാറ്റ് ഈസ് sample3.html വിൽ ബി ലോഡഡ് ഇൻ ടു ദ തേർഡ് ഫ്രെയിം. നെക്സ്റ്റ് ഈസ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഫ്രെയിം ടാഗ്. ഫ്രെയിം ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രെയിം സെറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? പാർട്ടീഷൻ ചെയ്യും. പിന്നെ എന്താ? ഓരോ ഫ്രെയിമിലും ഏത് വെബ് പേജാണ് ലോഡ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്രെയിം ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ മെയിൻ ആട്രിബ്യൂട്ട് ഓഫ് ഫ്രെയിം ടാഗ് ഈസ് ഒന്ന് SRC. SRC എന്ന് പറഞ്ഞാൽ എന്താ? ടു സ്പെസിഫൈ ദ URL ഓഫ് ദ വെബ് പേജ് ദാറ്റ് ഈസ് ടു ബി ലോഡഡ് ഇൻ ടു ദാറ്റ് ഫ്രെയിം. എന്താ? ഈ ഒരു പർട്ടിക്കുലർ ഫ്രെയിമിൽ ഓരോ ഫ്രെയിമിലും ഏത് വെബ് പേജാണ് ലോഡ് ചെയ്യേണ്ടത് എന്ന് പറയാൻ അതിൻ്റെ URL, അതിൻ്റെ പാത്ത്. ക്ലിയർ അല്ലേ? അത് സ്പെസിഫൈ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? SRC എന്ന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം. ഇപ്പം എന്താ? ഫ്രെയിം SRC ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഈ ഏത് HTML പേജാണ് ലോഡ് ചെയ്യേണ്ടത് അതിൻ്റെ URL ഇവിടെ എഴുതാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം sample1.html. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ sample1.html എന്ന് പറയുന്ന വെബ് പേജ് ലോഡ് ചെയ്യും. ക്ലിയർ അല്ലേ? അടുത്തത് ഫ്രെയിം SRC കൊണ്ട് sample2.html എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫ്രെയിമിൽ എന്ത് ചെയ്യും? sample2.html എന്ന വെബ് പേജ് ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോ ഫ്രെയിമിലും ഏത് വെബ് പേജാണ് ലോഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിനാണ് എന്ത് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്? SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സോഴ്സ്. അടുത്ത ആട്രിബ്യൂട്ട് സ്ക്രോളിംഗ് ആണ്. സ്ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വെർട്ടിക്കൽ സ്ക്രോൾ ബാറും ഹൊറിസോണ്ടൽ സ്ക്രോളും നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. അതായത് when the content loaded in the frame is exceeded its frame size. ഇപ്പോൾ ഈ ഫ്രെയിമിൽ ലോഡ് ചെയ്യുന്നതിനേക്കാൾ വലിയ സൈസായിട്ടുള്ള വെബ് പേജാണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ വന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഇറ്റ് വിൽ അപ്പിയർ പിന്നെ സ്ക്രോൾ ബാർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ വാല്യൂസിനനുസരിച്ച് സ്ക്രോളിങ്ങിന് എന്താണ്? 3 വാല്യൂസ്. S ഉണ്ട്, നോ ഉണ്ട്, ഓട്ടോ ഉണ്ട്. ഓട്ടോ ആണ് എന്ത്? ഡീഫോൾട്ട്. അപ്പോൾ എന്താ? ഫ്രെയിമിൽ ലോഡ് ചെയ്യുന്നതിന് ഫ്രെയിമിൻ്റെ സൈസിനേക്കാൾ എന്താ പറയുക? ഫ്രെയിമിൻ്റെ സൈസിനേക്കാൾ ആണ് എന്ത്? നമ്മൾ ലോഡ് ചെയ്യുന്ന വെബ് പേജിൻ്റെ സൈസ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു സ്ക്രോൾ ബാർ എന്ത് ചെയ്യും? അപ്പിയർ ചെയ്യും. ഓക്കെ, അതാണ് ബൈ ഡിഫോൾട്ട് ഓട്ടോ. ക്ലിയർ അല്ലേ? ഇനി ഇല്ലെങ്കിലും അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് എന്ത്? സൈസ് കുറഞ്ഞാലും അപ്പിയർ ചെയ്യുന്ന സ്ക്രോളിംഗ് എന്താ? യെസ് എന്ന് കൊടുത്താൽ എന്താ? സ്ക്രോൾ ബാർ ഉണ്ടാവും. ഇനി നോ എന്ന് കൊടുത്താൽ സ്ക്രോൾ ബാർ ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഓട്ടോ ആണ് നമുക്ക് എന്ത്? പിന്നെ ഓട്ടോ വാല്യൂ, ദാറ്റ് ഈസ് ഓട്ടോ എന്നുള്ള ബൈ ഡിഫോൾട്ട് വാല്യൂ എന്താണ്? ഓട്ടോ ആണ്. അപ്പോൾ എന്താ? ഫ്രെയിമിനേക്കാൾ വലുതായിട്ട് വലിയ വെബ് പേജ് ലോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? സ്ക്രോൾ ബാർ എന്ത് ചെയ്യും? അപ്പിയർ ചെയ്യും. ക്ലിയർ അല്ലേ? നോ റീസൈസ് എന്ന് പറഞ്ഞാൽ എന്താ?
നമുക്ക് ഈ ഫ്രെയിമുകളുടെ സൈസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീസൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് മൗസ് വെച്ച് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബോർഡറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഫ്രെയിമുകളെ റീസൈസ് ചെയ്യാൻ പറ്റും. ഫ്രെയിമുകളെ നോ റീസൈസ് എന്ന് കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രെയിമുകളെ റീസൈസ് ചെയ്യാൻ പറ്റില്ല, ഫിക്സഡ് ആയിട്ട് നിൽക്കും. അതിനെ മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യൂല, പിന്നെ ഫ്രെയിംസിൻ്റെ സൈസ് എന്ത് ചെയ്യൂല, മാറൂല. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് നോ റീസൈസ്. ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റും. വി ക്യാൻ റീസൈസ് ദ ഫ്രെയിംസ്. നമുക്ക് ഇപ്പോൾ ഇവിടെ വീതി കൂട്ടി അല്ലെങ്കിൽ ഇവിടെ വീതി ഇങ്ങോട്ട് കുറക്കാം, അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് മൂവ് ചെയ്യുക, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൗസ് കൊണ്ട് ആ ബോർഡറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. നോ റീസൈസ് എന്ന് കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ആ ഫ്രെയിമിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സഡ് ആയി അതിൻ്റെ സൈസ് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ. ഇറ്റ് ഈസ് എന്താ, പ്രിവെൻറ്റഡ് ഫ്രം റീസൈസിങ്. മാർജിൻ വിഡ്ത്ത് ആൻഡ് മാർജിൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വി ക്യാൻ set the vertical and horizontal margins. We can set the horizontal and vertical margins by using the attribute margin width and margin height. It is given in terms of number of pixels. ൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർജിൻ്റെ വിഡ്ത്ത് മാർജിൻ്റെ ഹൈറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് നെയിം ആട്രിബ്യൂട്ട്. നമുക്ക് എന്താ, ഓരോ ഫ്രെയിമിനും ഓരോ പേര് കൊടുക്കാം. ഓരോ ഫ്രെയിമിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താ, പിന്നീട് കോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഫ്രെയിമിലേക്കാണ് ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പേര് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഫ്രെയിമുകൾ 3 ഫ്രെയിമുകൾ നമുക്ക് എന്താ, ഫ്രെയിം കൺഫ്യൂഷൻ ഉണ്ടാവില്ല. മനസ്സിലായി? വി ക്യാൻ ഗീവ് നെയിംസ് ടു ഈച്ച് ഫ്രെയിം. ഓരോ ഫ്രെയിമിനും നമുക്ക് എന്ത് കൊടുക്കാം, പേര് കൊടുക്കാം. ഓക്കെ, യൂസിങ് ദ ആട്രിബ്യൂട്ട് ഏതാ, നെയിം ആട്രിബ്യൂട്ട്. അപ്പോൾ ഫ്രെയിം ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാ, SRC, സ്ക്രോളിംഗ്, നോ റീസൈസ്, മാർജിൻ വിഡ്ത്ത്, മാർജിൻ ഹൈറ്റ്, അതുപോലെ നെയിം. യു ഗോട്ട് ദ ഐഡിയ? ഓക്കെ. ഫ്രെയിം സെറ്റിൻ്റെ ആണെങ്കിലോ, കോളംസ് റോസ് മാറരുത്, കോളംസ് റോസ്, ബോർഡർ കളർ. അത് ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ. ഫ്രെയിം ടാഗിൻ്റെ ഫ്രെയിമിൽ എന്താ ലോഡ്, അപ്പോൾ എന്താ, SRC, ഓർമ്മ വന്നാൽ എന്താ, SRC. അതുപോലെ പിന്നെ എന്താ, സ്ക്രോൾ ചെയ്യണോ വേണ്ടത്, അപ്പോൾ സ്ക്രോളിംഗ്. പിന്നെ എന്താ, റീസൈസ് ചെയ്യണോ എന്നുള്ളത്, അപ്പോൾ എന്താ, നോ റീസൈസ്. പിന്നെ എന്താ, നെയിം. പിന്നെ എന്താ, മാർജിൻ വിഡ്ത്ത് ആൻഡ് മാർജിൻ ഹൈറ്റ്. അടുത്തത് നോ ഫ്രെയിം ടാഗ്. നോ ഫ്രെയിം ടാഗ് എന്തിനാ, നോ ഫ്രെയിം ടാഗ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ കണ്ടന്റ്. Is used to display the content or the text. Okay, if the browser is not able to display the frame. ഇപ്പോൾ വെബ് ബ്രൗസർ എന്താ, ഫ്രെയിം ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു എറർ മെസ്സേജ് എന്തെങ്കിലും കൊടുക്കണം. ദിസ് ബ്രൗസർ ഈസ് എന്താ നോട്ട് ഏബിൾ ടു ഡിസ്പ്ലേ ഫ്രെയിംസ് എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു എറർ മെസ്സേജ് കൊടുക്കാം. അതെന്താ, ദാറ്റ് യു ക്യാൻ ഗീവ് വിത്തിൻ നോ ഫ്രെയിം ടാഗ്. നോ ഫ്രെയിം ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. അപ്പോൾ എന്താ, ഇവിടെ നോ ഫ്രെയിം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാം. നമുക്ക് എന്താ എറർ മെസ്സേജ് എന്താ വെച്ചാൽ അത് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, ഇതാ മതി, ടൈപ്പ് ചെയ്താൽ മതി. ഫ്രെയിം സെറ്റ് എഴുതി, ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം നോ ഫ്രെയിം. അപ്പോൾ എന്താ, ബ്രൗസർ വിൻഡോന് ആ ഫ്രെയിംസുകൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത ഫ്രെയിമുകളെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഡിസ്പ്ലേ എ മെസ്സേജ്. യു ഹാവ് ടു ഡിസ്പ്ലേ എ മെസ്സേജ് ടു ദ യൂസർ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്, നോ ഫ്രെയിം ടാഗ് യൂസ് ചെയ്യും. ഇനി നമ്മളൊരു ഒരു സാമ്പിൾ ഫ്രെയിം വെച്ചിട്ട് ഒരു സാമ്പിൾ HTML കോഡ് എഴുതാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ, ഒരു ബ്രൗസർ വിൻഡോ ഉണ്ട്, ഇതാണ് ബ്രൗസർ വിൻഡോ. ഓക്കെ, ഇതിനെ 3 ഫ്രെയിമുകളാക്കി ഡിവൈഡ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. ഓക്കെ, 3 ഫ്രെയിമുകളുണ്ട്. ഒരു ബ്രൗസർ വിൻഡോയിൽ 3 ഫ്രെയിമുകളുണ്ട്. 3 ഫ്രെയിമുകളും നമ്മൾ എന്ത് ചെയ്യണം, വെവ്വേറെ വെബ് പേജുകൾ ലോഡ് ചെയ്യണം. അപ്പം പിന്നെ നമ്മളൊരു HTML ഒരു ഫ്രെയിം വെച്ച് ഒരു HTML കോഡ് എഴുതാൻ പോവുകയാണ്. ഓക്കെ, എന്താ നമ്മളെ എയിം എന്ന് വെച്ചാൽ, നമ്മൾ ബ്രൗസർ വിൻഡോനെ 3 ആക്കി ഡിവൈഡ് ചെയ്യണം. അതായത് 3 ഫ്രെയിംസ് ഉണ്ടാവണം. ഓരോ ഫ്രെയിമിലും എന്താ, വെവ്വേറെ HTML പേജസ് ലോഡ് ചെയ്യണം. ക്ലിയർ? വെരി സിമ്പിൾ. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ച ടാഗുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്താൽ മതി. വളരെ സിമ്പിൾ. ഇപ്പോൾ ഇങ്ങനെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മളെന്താ, HTML തുടങ്ങി, ഹെഡ് തുടങ്ങി, ടൈറ്റിൽ എഴുതി, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ബോഡി എഴുതരുത്.
ബോഡി എഴുതുന്ന ബോഡിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബോഡിൻ്റെ മുന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫ്രെയിം സെറ്റ് എഴുതേണ്ടത്. അപ്പോൾ ഇനി ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രെയിം സെറ്റ്. അപ്പോൾ ഫ്രെയിം സെറ്റ് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ബോഡി ടാഗ് എഴുതരുത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ എന്തെങ്കിലും എഴുതാം. അപ്പോൾ ഫസ്റ്റ് എന്താ, ഫ്രെയിം സെറ്റ് അല്ലേ, എന്താണ് ഫ്രെയിം സെറ്റ്. നമ്മൾ 3 വെർട്ടിക്കൽ ഫ്രെയിംസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 വെർട്ടിക്കൽ ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ ആട്രിബ്യൂട്ട് എന്താ സെറ്റ് ചെയ്യേണ്ടത്, കോളംസ് COLS ഈക്വൽ ടു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ, ഇപ്പോൾ ഒരു എത്ര, ഫസ്റ്റ് കോളം ഒരു 30%, പിന്നെ അടുത്തത് എത്ര, അടുത്തതും ഒരു 30%, 60%, ബാക്കി റിമൈനിങ് സ്റ്റാർ. അപ്പോൾ ഇതൊരു 30%, ഇതൊരു ഇവിടെ പിക്സൽസ് വേണമെങ്കിൽ പിക്സൽസ് കൊടുക്കാം. 500 എന്നാണ് പിക്സൽസ് കൊടുക്കണം, 500 അല്ലെങ്കിൽ 400 അല്ലെങ്കിൽ 300 എന്നാണ് എത്ര പിക്സൽസ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുക, ബാക്കി റിമൈനിങ് സ്പേസ്. ക്ലിയർ അല്ലേ? ഈ 3 സ്റ്റാർ ആയിട്ട് കൊടുക്കുക. അപ്പോൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും, 3 ഈക്വൽ സൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇനി എന്താ, ഇപ്പോൾ ഫ്രെയിം സെറ്റ് എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഓരോ ഫ്രെയിം സ്പെസിഫൈ ചെയ്യണം. എങ്ങനെ ഫ്രെയിം സ്പെസിഫൈ ചെയ്യുക, ഫ്രെയിം എന്താ SRC ഈക്വൽ ടു എന്താ sample1.html. അടുത്ത എന്താ, ഫ്രെയിം SRC ഈക്വൽ ടു 2.html. അടുത്ത എന്താ, ഫ്രെയിം SRC ഈക്വൽ ടു എത്ര, ഇനി ഓരോ ഫ്രെയിമിൽ ലോഡ് ചെയ്യേണ്ട വെബ് പേജുകൾ എന്താ. അപ്പോൾ sample1.html, sample2.html, sample3.html എന്ന് പറഞ്ഞാൽ 3 HTML പേജസ് നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങളുടെ പിന്നെ വർക്കിംഗ് ഫോൾഡറിൽ തന്നെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ HTML ഫയലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഈ HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഈ HTML ഫയൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, 3 HTML ഫയൽ ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. ആ HTML ഫയലുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്, എംപ്റ്റി ടാഗ് ആണ്. ഫ്രെയിം സെറ്റ് എന്താണ്, കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പോൾ ഫ്രെയിം സെറ്റ് എന്ത് ചെയ്യുക, ഇനി എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇതിന് ക്ലോസിംഗ് ടാഗ് ഇല്ല. ഫ്രെയിം ഇസ് എൻ എംപ്റ്റി ടാഗ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈച്ച് ഫ്രെയിംസ് ആർ ലോഡഡ് വിത്ത് ദീസ് 3 ഡിഫറെൻറ്റ് HTML പേജസ്. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ഫ്രെയിം സെറ്റ് കഴിഞ്ഞ് HTML കൂടെ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാർഗറ്റിംഗ് ഫ്രെയിംസ് ആട്ടോ. ടാർഗറ്റിംഗ് ഫ്രെയിംസ്, അതായത് ഫ്രെയിം സെറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഒരു ഫ്രെയിമിൽ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഇപ്പം എന്താ, ഇപ്പോൾ ഇവിടെ 2 ഫ്രെയിം ഉണ്ട് വിചാരിച്ചോ, ഇവിടെ 2 ഫ്രെയിം. ഓക്കെ, വി ക്യാൻ ഗിവ് ആൻ ഹൈപ്പർ ലിങ്ക് ഇൻ എ ഫ്രെയിം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹൈപ്പർ ലിങ്ക് കൊടുക്കാം. ഹൈപ്പർ ലിങ്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കൊടുത്തൊരു ഹൈപ്പർ ലിങ്ക് ഇവിടെ നമുക്ക് എന്താ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര്, ഇപ്പോൾ GMHSS അതുപോലെ GHSS, ഇങ്ങനെ 2 ഇത് 2 ഹൈപ്പർ ലിങ്കാണ്. ഈ 2 ഹൈപ്പർ ലിങ്ക് ഇപ്പോൾ വെൻ വി ക്ലിക്ക് ഓൺ ദ ഹൈപ്പർ ലിങ്ക് GMHSS, the corresponding web page of GMHSS will be loaded in other frame. ഈ ഫ്രെയിമിൽ എന്ത് ചെയ്യും, ലോഡ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ഫ്രെയിമിലുള്ള ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഹൈപ്പർ ലിങ്കിൻ്റെ കറസ്പോണ്ടിങ് വെബ് പേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു ഫ്രെയിമിൽ എന്ത് ചെയ്യാൻ പറ്റും, ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലോഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് ടാർഗറ്റിംഗ് ഫ്രെയിംസ്? ഓക്കെ, അപ്പോൾ ഒന്ന് നമുക്ക് ഈ 2 ഫ്രെയിമിന് നമുക്ക് എന്താ, നെയിം ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ നെയിം ആട്രിബ്യൂട്ട് കൊടുക്കുക, നെയിം ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യുക. ആ നെയിം ആട്രിബ്യൂട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ചെയ്യാം. ഏത് ഫ്രെയിമിലാണ് ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് ചെയ്യാം.
അപ്പോൾ ഇറ്റ് വിൽ ബി ക്ലിയർ. അപ്പോൾ അവിടെ പറഞ്ഞ കൺസെപ്റ്റ് എന്താ, ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഗീവ് ആൻ ഹൈപ്പർ ലിങ്ക്, വി ക്യാൻ ഗീവ് ആൻ ഹൈപ്പർ ലിങ്ക് ആൻഡ് വെൻ വി ക്ലിക്ക് ഓൺ ദിസ് ഹൈപ്പർ ലിങ്ക്, വെൻ വി ക്ലിക്ക് ഓൺ ദിസ് ഹൈപ്പർ ലിങ്ക്, ദ കറസ്പോണ്ടിങ് വെബ് പേജ്, the corresponding web page is loaded in another frame, in another frame. അങ്ങനെ കറസ്പോണ്ടിങ് വെബ് പേജ് വേറൊരു ഫ്രെയിമിലോട്ട് ലോഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, ടാർഗറ്റിംഗ് ഫ്രെയിംസ് എന്നാ പറയാം. എന്താ പറയാ, ടാർഗറ്റിംഗ് ഫ്രെയിംസ്. നമുക്കൊരു പ്രോഗ്രാം, ഒരു സിമ്പിൾ ഒരു ഫ്രെയിം വെച്ചിട്ട് നമ്മളൊരു സിമ്പിൾ പ്രോഗ്രാം ചെയ്യാം. യു ഗോട്ട് ദ ഐഡിയ? ഓക്കെ, ഇതേ പ്രോഗ്രാമിന് ചെയ്യാം. നമുക്ക് എന്താ, ഇപ്പോൾ ഇവിടെ രണ്ട് ഫ്രെയിം ഉണ്ട്, രണ്ട് ഫ്രെയിമിൽ, ഒരു ഫ്രെയിമിൽ രണ്ട് ഹൈപ്പർ ലിങ്ക് ഉണ്ട്. ഓക്കെ, ഒന്ന് GMHSS ആണെങ്കിൽ എന്താ, ഓക്കെ GMHS എന്തെങ്കിലും GMHSS, ഒന്ന് GHSS എന്ന് പറയുന്ന എന്തുണ്ട്, ഒരു ലിങ്ക് ഉണ്ട്. ഇത് രണ്ടും എന്താ, ഹൈപ്പർ ലിങ്കുകളാണ്. ഈ ഹൈപ്പർ ലിങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ GMHSS എന്ന് പറയുന്ന സ്കൂളിൻ്റെ വെബ് പേജ് എവിടെ ലോഡ് ചെയ്യും, ഇവിടെ ലോഡ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി GHSS എന്ന് പറയുന്ന ലിങ്കിലാണ്, ഹൈപ്പർ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, GHSSൻ്റെ വെബ് പേജ് എവിടെ ലോഡ് ചെയ്യും, ഇവിടെ ലോഡ് ചെയ്യും. യു ഗോട്ട് ദ ഐഡിയ? ദാറ്റ് ഈസ് അവർ എയിം. അങ്ങനത്തെ അത്തരത്തിലുള്ളൊരു വെബ് പേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മളൊരു ടാർഗറ്റിംഗ് ഫ്രെയിംസ് യൂസ് ചെയ്തിട്ട് ഒരു HTML കോഡ് എഴുതിയതിൻ്റെ ഒരു സാമ്പിൾ കോഡാണ്. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ നോക്കാം, ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളുടെ വെബ് പേജ് എങ്ങനെ വേണമെന്ന് വെച്ചാൽ, വെബ് പേജിൽ രണ്ട് ഫ്രെയിംസാണ് ഉള്ളത്. ഓക്കെ, രണ്ട് ഫ്രെയിം. ഫസ്റ്റ് ഫ്രെയിം, ദിസ് ഈസ് ലെഫ്റ്റ് ഫ്രെയിം, ദിസ് ഈസ് റൈറ്റ് ഫ്രെയിം. ഓക്കെ, ഇതിൻ്റെ ഈ ഫ്രെയിമിൻ്റെ പേരെന്താ, ലെഫ്റ്റ് ഫ്രെയിം. ഈ ഫ്രെയിമിൻ്റെ പേരെന്താ, റൈറ്റ് ഫ്രെയിം. ഓക്കെ, ഇനി ഈ ലെഫ്റ്റ് ഫ്രെയിമിൽ രണ്ട് ഹൈപ്പർ ലിങ്കുകളുണ്ട്, രണ്ട് ഹൈപ്പർ ലിങ്ക്. ഒന്ന് GMHSS എന്ന് പറയുന്ന ഒരു ഹൈപ്പർ ലിങ്കും ഒന്ന് GHSS എന്ന് പറയുന്ന ഹൈപ്പർ ലിങ്കും. രണ്ട് സ്കൂളുകളുടെ ഹൈപ്പർ ലിങ്കാണ്. ഓക്കെ, നമ്മളുടെ ഐഡിയ എന്താ, വെൻ വി ക്ലിക്ക് ഓൺ ദ ഹൈപ്പർ ലിങ്ക് GMHSS, okay, the corresponding web page of GMHSS will be loaded in this frame, in right frame. ലെഫ്റ്റ് ഫ്രെയിമിൽ എന്താ, രണ്ട് ഹൈപ്പർ ലിങ്കുകളാണ്. റൈറ്റ് ഫ്രെയിമിലാണ് ഏത് ഹൈപ്പർ ലിങ്കിലാണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് വെബ് പേജ് ലോഡ് ചെയ്യാനുള്ള ഫ്രെയിമാണ് എന്ത്, റൈറ്റ് ഫ്രെയിം. ഓക്കെ, അതേപോലെ വെൻ വി ക്ലിക്ക് ഓൺ ദ ഹൈപ്പർ ലിങ്ക് GHSS, the corresponding web page of GHSS will be loaded in this frame. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഫയലായിട്ടാണ് നമ്മൾ എഴുതുന്നത്, രണ്ട് ഫയലാണ്. ഓക്കെ, രണ്ട് ഫയൽ. ഫസ്റ്റ് ഫയൽ എന്താ, ഇപ്പോൾ frame.html, ആ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫയൽ, HTML ഫയൽ. ഫ്രെയിം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കറിയാം. HTML എഴുതി, ഹെഡ് എഴുതി, ടൈറ്റിൽ ഫ്രെയിം എന്ന് കൊടുത്ത് ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണം. ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ, ബോഡിയിലല്ല എഴുതാം, ബോഡി ഇല്ലാതെ തന്നെ എഴുതാം. അപ്പോൾ എന്താ, ഫ്രെയിം സെറ്റ്. എങ്ങനെ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം, യൂസിങ് ഫ്രെയിം സെറ്റ്. നമ്മൾ രണ്ട് വെർട്ടിക്കൽ ഫ്രെയിംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കോളംസ്, COLS ഈക്വൽ ടു എന്താ, ഒന്ന് ഫസ്റ്റ് ഫ്രെയിം 200 പിക്സൽ സൈസാണ്, ബാക്കി റിമൈനിങ് സ്പേസ് ഈസ് യൂസ്ഡ് ഫോർ സെക്കൻഡ് ഫ്രെയിം. ക്ലിയർ അല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്താ, ഫ്രെയിം SRC സോഴ്സ്. ഇതിൽ ഏതാ, ഈ ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽ, ഈ GMHSS GHS എന്ന് പറയുന്ന ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫയൽ ഉണ്ട്, അതിൻ്റെ പേരാണ് main.html. എന്താണ് main.html? ഈ main.html നമ്മൾ ആദ്യം എഴുതണം. ഓക്കെ, ഈ main.html ആദ്യം എഴുതണം. അപ്പോൾ main.html ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ലോഡ് ചെയ്യുന്നത്. main.html ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡുകൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഫയല് ഏത് ചെയ്തു, ഫസ്റ്റ് ഫ്രെയിമിൽ ലോഡ് ചെയ്യാണ്. ആ ഫ്രെയിമിൻ്റെ പേര് ലെഫ്റ്റ് ഫ്രെയിം എന്നാണ്. ഈ ഫ്രെയിമിൻ്റെ പേരെന്താ, ലെഫ്റ്റ് ഫ്രെയിം. സെക്കൻഡ് ഫ്രെയിമിൻ്റെ പേര് റൈറ്റ് ഫ്രെയിം എന്നാണ്. ഫ്രെയിം നെയിം ഈക്വൽ ടു റൈറ്റ് ഫ്രെയിം. അപ്പോൾ ഈ രണ്ട് ഫ്രെയിമുകളുടെയും നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഒന്ന് ലെഫ്റ്റ് ഫ്രെയിം ആക്കി, മറ്റേതെന്താ, റൈറ്റ് ഫ്രെയിം ആക്കി. ഇവിടെ റൈറ്റ് ഫ്രെയിമാണ് ഇമ്പോർട്ടൻറ്റ്, കാരണം നമ്മൾ റൈറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈറ്റ് ഫ്രെയിമിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതിനൊരു പേര് കൊടുത്തു എന്ന് മാത്രം, ലെഫ്റ്റ് ഫ്രെയിം. പക്ഷെ നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല, ഈ ഫ്രെയിമിൻ്റെ പേര് നമ്മളെവിടെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു.
ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രെയിമായി ഈ ഫ്രെയിമിൽ മെയിൻ ഡോട്ട് HTML എന്ന് പറയുന്ന എന്താ HTML ഫയൽ ലോഡ് ചെയ്തു. ഈ മെയിൻ ഡോട്ട് HTML നമ്മൾ എഴുതുകയാണ്. മെയിൻ ഡോട്ട് HTML എന്താ എഴുതുക? മെയിൻ ഡോട്ട് HTML ഹെഡ് ടൈറ്റിലൊക്കെ എഴുതി. ടൈറ്റിൽ ഫ്രെയിം വിത്ത് ലിങ്ക് കുഴപ്പമൊന്നുള്ളത് വായിക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ. ടൈറ്റിൽ ക്ലോസ് ചെയ്തു. ഇതുവരെ ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ഇവിടെ നോ കൺഫ്യൂഷൻ. ഓക്കെ. ബോഡി പാർട്ട് എഴുതി. ബോഡി എന്തൊരു നോർമൽ HTML ഫയലാണ്. അതിലെന്താ 2 ഹൈപ്പർ ലിങ്കുകളുണ്ട്. ഓക്കെ. നോർമൽ HTML ഫയൽ. അപ്പോൾ എന്താ ഇതെന്താ ഹൈപ്പർ ലിങ്ക് ആണ്. അപ്പോൾ ഹൈപ്പർ ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? A ടാഗ് യൂസിങ് A ടാഗ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എന്താ A ടാഗ് റെഫറൻസ് എങ്ങനെ കൊടുക്കുക? href. എന്താണ് href? അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഏത് ഫയലാണ് ലോഡ് ചെയ്യേണ്ടത്? gmhss.html എന്ന് പറയുന്ന വേറെ ഒരു ആ സ്കൂളിൻ്റെ GMHSSൻ്റെ അഡ്രസ്സും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു HTML ഫയൽ നമ്മൾ വേറെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഈ 2 ഫയലും ക്രിയേറ്റ് ചെയ്യാൻ നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ 2 ഫയലുകൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ വേറെ ഒരു എന്താ GMHSSൻ്റെ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുക, GHSSന് എന്ത് ചെയ്യുക? ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? href ഈക്വൽ ടു GMHSS ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യണം? GMHSS.html എന്ന് പറയുന്ന ഫയൽ ലോഡ് ചെയ്യണം. എവിടെ ലോഡ് ചെയ്യണം? ഇവിടെയാണ് ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ടാർജറ്റ് എന്ന് കൊടുക്കുക. എന്താണ് ആട്രിബ്യൂട്ട്? അത് ടാർജറ്റ് ഈക്വൽ ടു റൈറ്റ് ഫ്രെയിം. ഇത് റൈറ്റ് ഫ്രെയിം എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ റൈറ്റ് ഫ്രെയിം ആണെന്ന് ഇവിടെ കൊടുത്ത ഈ റൈറ്റ് ഫ്രെയിം സെക്കൻഡ് ഫ്രെയിമിൻ്റെ പേര്. ആ സെക്കൻഡ് ഫ്രെയിമിൻ്റെ പേര് എന്താണോ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ടാർജറ്റ് ചെയ്തു. എന്ത് ടാർജറ്റ് ചെയ്തു? GMHSS.html ടാർജറ്റ് ചെയ്തു. ആ ഹൈപ്പർ ലിങ്കിൽ ഉള്ള ഹൈപ്പർ ലിങ്ക് എലമെന്റ് എന്താ? GMHSS. അതാ ഈ GMHSS ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ GMHSS എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? റൈറ്റ് ഫ്രെയിമിലോട്ട് എന്ത് ചെയ്യും? GMHSS.html എന്ന് പറയുന്ന വെബ് പേജ് എന്ത് ചെയ്യും? ലോഡ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ GMHSS.html എന്ന് പറയുന്ന ഒരു വെബ് പേജ് നമ്മൾ എന്ത് ചെയ്യണം? വേറെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മളെ സോഴ്സ് ഡയറക്ടറിയിൽ എന്തുണ്ടാവണം? ഓൾറെഡി ഉണ്ടാവണം. ഓക്കെ. ഇനി അടുത്തത് എന്താ? അടുത്ത എന്താ? GHS. ഇതേപോലെ തന്നെ എന്താ? എന്താ? href അല്ലേ ഈക്വൽ ടു GHSS.html. ഇതൊരു വേറൊരു HTML ഫയലാണ്. GHSSൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഫയലാണ്. അത് എവിടേക്ക് ടാർജറ്റ് ചെയ്യണം? ടാർജറ്റ് ഈക്വൽ ടു റൈറ്റ് ഫ്രെയിം. അത് സെയിം തന്നെ. രണ്ട് ഫയലാണ് ലോഡ് ചെയ്യേണ്ടത് മാത്രം. ഹൈപ്പർ ലിങ്കിൻ്റെ ടെക്സ്റ്റ് എന്താ? GHSS. ആങ്കർ ടാഗ് ക്ലോസ് ചെയ്തു. പിന്നെന്താ? ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. HTML ക്ലോസ് ചെയ്തു. ഇപ്പം എന്താ? ഈ ഹൈപ്പർ ലിങ്ക് എഴുതിയ ഫയലാണ് ഏത്? main.html. ആ main.html ഇതൊരു HTML ഫയലാണ്. ആ main.html നമ്മൾ എവിടെ ലോഡ് ചെയ്തു? ഫസ്റ്റ് ഫ്രെയിമിൽ ലോഡ് ചെയ്തു. അതാണ് ഫ്രെയിം src ഈക്വൽ ടു main.html. ക്ലിയർ അല്ലേ? ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ എന്താ? ഇപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുക? ഇപ്പോൾ GMHSS എന്ന് പറയുന്ന ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ GMHSS.html എന്ന് പറയുന്ന ഫയൽ ലോഡ് ചെയ്യും. എവിടെ ലോഡ് ചെയ്യുക? എവിടെ ടാർജറ്റ് ചെയ്യുന്നത്? ഇവിടെ റൈറ്റ് ഫ്രെയിം. ലെഫ്റ്റ് ഫ്രെയിം എന്ന് കൊടുത്താൽ എന്താ? ഇത് പോയി ഇതിൽ തന്നെ ലോഡ് ചെയ്യും. അത് തെറ്റപ്പോൾ ഇവിടെ കൊടുക്കുക, ഇവിടെ ലോഡ് ചെയ്യും. ക്ലിയർ അല്ലേ? അതുപോലെ GHSS എന്ന് പറയുന്ന ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും? GHSS.html എന്ന് പറയുന്ന HTML പേജ് എന്ത് ചെയ്യും? റൈറ്റ് ഫ്രെയിമിൽ ലോഡ് ചെയ്യും. ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. ഓക്കെ. ദാറ്റ് ഈസ് എന്താണ്? ടാർജറ്റിംഗ് ഫ്രെയിംസ്. അപ്പോൾ ടാർജറ്റിംഗ് ഫ്രെയിംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വി ക്യാൻ ഗീവ് ആൻ ഹൈപ്പർ ലിങ്ക് ഇൻ എ ഫ്രെയിം ആൻഡ് എന്താ? വി ക്യാൻ ലോഡ് ദ കറസ്പോണ്ടിങ് വെബ് പേജസ് ഇൻ അനദർ ഫ്രെയിം. ഇനി അടുത്തത് എന്താ? നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ്. എന്താ നെസ്റ്റിംഗ്? ഇപ്പോൾ നമ്മൾ നെസ്റ്റഡ് ലൂപ്പ്, നെസ്റ്റഡ് ഈഫ് ഒക്കെ കേട്ടിട്ടുണ്ട്. എന്താ? ഒന്നിൻ്റെ ഉള്ളിൽ വേറൊന്ന്. അപ്പോൾ ഇവിടെ നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫ്രെയിം സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ഫ്രെയിം സെറ്റ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻസേർട്ടിംഗ് എ ഫ്രെയിം സെറ്റ് വിത്തിൻ അനദർ ഫ്രെയിം സെറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ഇത് ഇതാണൊരു ബ്രൗസർ. ഓക്കെ. ഇങ്ങനെ ഫ്രെയിം. ഇതാണ് ഫ്രെയിം 1. ഇതെന്താ?
ഫ്രെയിം ഇതെന്താ ഫ്രെയിം 3. ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റ് എന്താ ഹൊറിസോണ്ടലായിട്ട് 2 ഫ്രെയിം ചെയ്തു. ഹൊറിസോണ്ടൽ 2 ഫ്രെയിം ചെയ്തിട്ട് ഇതിൽ രണ്ടാമത്തെ ഈ ഫ്രെയിമിനെ വീണ്ടും എന്ത് ചെയ്തു? വെർട്ടിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഇത് ഐഡിയ. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രെയിം സെറ്റിന് എന്താ പറയുന്നത്? നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെ ചെയ്യാം? ഇപ്പോൾ HTML അല്ലേ എഴുതണം. HTML പിന്നെന്താ ഹെഡ്, പിന്നെന്താ ടൈറ്റിൽ എന്താ നെസ്റ്റഡ് ഫ്രെയിം. ഓക്കെ, ടൈറ്റിൽ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. പിന്നെന്താ ഹെഡ് ക്ലോസ് ചെയ്തു. ഇനി എന്താ ഇതെൻ്റെ? ഇനി ഫസ്റ്റ് എന്താ ഫ്രെയിം സെറ്റ്. ഫ്രെയിം സെറ്റ് ഇവിടെ ഫസ്റ്റ് റോ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താ കൊടുക്കേണ്ടത്? റോസ്. കോളംസ് എന്ന് പറയുന്നത് റോസ് ഈക്വൽ ടു ഫസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 പിക്സൽ വിചാരിച്ചു. ഇത് 100 പിക്സൽ സൈസ്. ബാക്കി റിമൈനിങ് ഒക്കെ ഈ ഫ്രെയിമിന് കൊടുത്തു. ഇത് കൊടുത്ത ഐഡിയ. ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഫ്രെയിം ലോഡ് ചെയ്യാം. ഫസ്റ്റ് ഫ്രെയിം ഏതാ? ഇപ്പോൾ ഫ്രെയിം src ഈക്വൽ ടു sample1.html ഇത് ലോഡ് ചെയ്തു. src sample1.html. അപ്പോൾ sample1.html എന്ന് പറയുന്ന പേജ് എന്ത് ചെയ്തു? ഇവിടെ ലോഡ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ഫ്രെയിം സെറ്റ് എങ്ങനെ? ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക? ഈ ഫ്രെയിം സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത ഫ്രെയിം സെറ്റ് ഈക്വൽ ടു ഫ്രെയിം സെറ്റ് എന്താണ്? ഇവിടെ എന്താ? കോളംസ് ആണ്. അപ്പോൾ എന്താ? കോളംസ് ഈക്വൽ ടു എത്രയാ? നമുക്ക് രണ്ടെണ്ണം. അപ്പോൾ വേണമെങ്കിൽ എന്താ? 50% 50%. അല്ലെങ്കിൽ 100. ഇപ്പോൾ 100 പിക്സൽ സ്റ്റാർ. എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. 2 തരത്തിലും. ഇത് പെർസെൻറ്റേജ് വെച്ചിട്ടാണ്. ഇല്ലെങ്കിൽ എന്താ? നമ്പർ ഓഫ് പിക്സൽ. ഇപ്പോൾ നമ്പർ ഓഫ് പിക്സൽസിൽ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കുക? ഞാൻ അതും ജസ്റ്റ് ഒന്ന് കാണിച്ചു. എന്താ നമ്പർ ഓഫ് പിക്സൽസിൽ എങ്ങനെ കൊടുക്കുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ 100 പിക്സൽ അല്ലെങ്കിൽ 200 പിക്സൽ അല്ലെങ്കിൽ 100 പിക്സൽ ബാക്കി സ്റ്റാർ ആണെങ്കിൽ സ്റ്റാർ, ഇങ്ങനെയും കൊടുക്കുക. അപ്പോൾ ഇത് ഇവിടെ ഫസ്റ്റ് ഫ്രെയിം എന്താ? 100 പിക്സൽ വരും. ബാക്കി റിമൈനിങ് സ്പേസ് തേർഡ് ഫ്രെയിമിന് യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി ഇതിലേതാ ലോഡ് ചെയ്യേണ്ടത്? ഫ്രെയിം src ഈക്വൽ ടു ഏതാ? sample1 കഴിഞ്ഞ് കഴിഞ്ഞാൽ sample2. അടുത്തത് ഫ്രെയിം src ഈക്വൽ ടു sample3.html. ഇനി എന്ത് ചെയ്യാം? ഓക്കെ, അപ്പോൾ 2 ഫ്രെയിമിലും 2 വെബ് പേജസ് ലോഡ് ചെയ്തു. ഇനി എന്താ? ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്യണം. എത്ര ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്യണം? 2 ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്യണം. ദാറ്റ് ഈസ് ഈ ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ ഏതാ? പിന്നെ ഈ ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്തു. നമ്മൾ നെസ്റ്റഡ് ലൂപ്പൊക്കെ എഴുതുമ്പോൾ ക്ലോസിംഗ് ബ്രേസറ്റ് ക്ലോസ് ചെയ്യുന്ന പോലെ തന്നെ ഫ്രെയിം സെറ്റ് 2 എണ്ണം എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഇത് ഐഡിയ കിട്ടിയോ? ഇപ്പോൾ ഇവിടെ എന്താ? ഫസ്റ്റ് ഫ്രെയിം സെറ്റിൽ എന്താ? 2 റോ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ബ്രൗസറിനെ 2 റോ ആയിട്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിൽ ഫസ്റ്റ് HTML ഫയൽ ലോഡ് ചെയ്തു. സെക്കൻഡ് ഫ്രെയിമിനെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും കോളായിട്ട് ഡിവൈഡ് ചെയ്തു. വീണ്ടും കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം എന്ത് ചെയ്യണം? കോളായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ റോ ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ എന്താ? ഫ്രെയിം സെറ്റ് ഈക്വൽ ടു കോളംസ് ഈക്വൽ ടു എന്താ? 100 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിവൈഡ് ചെയ്തു. അതിൽ 2 HTML ഫയൽ ലോഡ് ചെയ്തു. 2 ഫ്രെയിം സെറ്റ് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഇപ്പോഴത്തെ ഐഡിയ. ഓക്കെ, ദാറ്റ് ഈസ് നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ്. ഇനി നമ്മൾ ഫ്രെയിംസ് വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാം കാണിച്ചു തരാം. ഓക്കെ, ഞാനിത് ഇപ്പോൾ ഫ്രെയിം വെച്ചിട്ടുള്ള പ്രോഗ്രാം ഞാൻ ടൈപ്പ് ചെയ്യുന്ന ഒരു സമയം ലാഭിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചാണ്. അതിപ്പോൾ ഒന്നുമില്ല. HTML ഹെഡ് ടൈറ്റിൽ ഫ്രെയിംസ് തൊട്ട് ഹെഡ് ക്ലോസ് ചെയ്തു. ഇനി എന്താ?
ഇത് നിങ്ങൾ കണ്ടാലും കുറച്ചും കൂടെ ഒന്നുകൂടി വലുതാക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കുക. ഇപ്പോൾ HTML ഹെഡ് ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ഫ്രെയിം സെറ്റ് കണ്ടോ, ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്ത് കോളം ഇപ്പോൾ സ്റ്റാർ കോമ സ്റ്റാർ എന്ന് പറഞ്ഞാൽ 2 ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 300 പിക്സൽ അല്ലെ 300 പിക്സൽ, ബാക്കി റിമൈനിങ് സ്പേസ് സെക്കൻഡ് ഫ്രെയിമിന് കൊടുത്തു. ഇനി ഈ ഫ്രെയിമിൽ 2 ഫയൽ നമ്മൾ ലോഡ് ചെയ്യണം. ഏത് sample1.html sample2.html. ഇത് ഞാൻ ഈ ഫയൽ സേവ് ചെയ്തിട്ടുള്ളത് ഡെസ്ക്ടോപ്പിലാണ്. ഇവിടെ നോക്കുക കണ്ടോ, ഡെസ്ക്ടോപ്പിൽ sample1.html sample2.html ഞാൻ ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് സേവ് ചെയ്തിട്ടുള്ളത്. ആ sample1.html എന്താ വെച്ചാൽ അത് കാണിച്ചു തരാം. അതിൽ sample1.html ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഇതാ sample1.html sample1 ഇതാണ്ടോ, ഇതാണ് sample1.html. ഇതിലെന്താ sample1 ഫയൽ. ഓക്കെ, വേണമെങ്കിൽ sample1 ഫയൽ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. ഓക്കെ, 2 ഫയൽ ലോഡ് ചെയ്യാൻ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പിൽ തന്നെ എന്തുണ്ട്, sample2 ഉണ്ട്. നോക്കുക, sample2 ഓപ്പൺ ചെയ്ത് നോക്കുക. sample2 ഓപ്പൺ ചെയ്താൽ കണ്ടോ, ഇതാണ് സാമ്പിൾ. അപ്പോൾ ടൈറ്റിൽ ഓക്കെ, ഇത് sample2 ആണ്. ഓക്കെ, sample2 ഫയൽ, മറ്റേത് sample1 ഫയൽ, ഇത് sample2 ഫയൽ. ഓക്കെ, 2 HTML ഫയൽ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, 2 ഫ്രെയിമിലേക്ക് ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ക്ലോസ് ചെയ്തു. ഓക്കെ, ടൈറ്റിൽ ഓക്കെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഫ്രെയിം. ഇപ്പോൾ ഈ ഫ്രെയിം എന്നുള്ള ഫയൽ നമ്മൾ എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്ത് വെക്കുക. ഫ്രെയിം എന്നുള്ള ഫയൽ എക്സിക്യൂട്ട് ചെയ്താൽ ഇപ്പോൾ കണ്ട, ഇത് 300 പിക്സലാണ് ഇതിൻ്റെ സൈസ്, ഇത് ബാക്കിയ റിമൈനിങ് സ്പേസ് കണ്ട. അപ്പോൾ sample1 ഫയൽ sample1 ഫയൽ ഇതാണ് നമ്മൾ ഡ്രാഗ് ചെയ്യാന്ന് പറഞ്ഞില്ല. അപ്പോൾ നോ റീസൈസ് എന്ന് കൊടുത്താൽ നമുക്ക് പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ sample1 ഫയൽ ലോഡ് ചെയ്തു, മറ്റേ sample2 ഫയൽ ലോഡ് ചെയ്തു. ഇപ്പോൾ കണ്ട, ബൈ ഡിഫോൾട്ടായിട്ട് വന്നത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് 300. ഇപ്പോൾ ഇത് 300 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 400 പിക്സൽ എന്ന് കൊടുത്താൽ എന്ത് ചെയ്തു, ബിൽഡ് എക്സിക്യൂട്ട് ചെയ്താൽ എന്ത് ചെയ്തു, ഫസ്റ്റ് ഫ്രെയിം 400 പിക്സലാണ്. അതിൽ sample1 ഫയൽ ലോഡ് ചെയ്തു, മറ്റേ sample2 ഫയൽ ലോഡ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് 2 സ്റ്റാർ മാർക്ക് കൊടുത്ത് നോക്കി വെക്കാം. 2 സ്റ്റാർ മാർക്ക് കൊടുത്താൽ എന്താ, രണ്ടും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ കണ്ട, രണ്ടും ഈക്വലായിട്ട് ബ്രൗസർ വിൻഡോനെ 2 ഫ്രെയിമുകളാക്കി ഈക്വലാക്കി ഡിവൈഡ് ചെയ്തു. അതിൽ ഫസ്റ്റ് ഫ്രെയിമിൽ sample1 ഫയൽ എന്ന് പറയുന്ന sample1.html എന്ന് പറയുന്ന ഫയൽ ലോഡ് ചെയ്തു. രണ്ടാമത്തേൽ sample2.html എന്ന് പറയുന്ന ഫയലാണ് ലോഡ് ചെയ്തത്. sample1.html sample1 ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്തു, മറ്റേ sample2 ഫയൽ എന്ന് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് ഫ്രെയിം വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാം. ഓക്കെ, ഫ്രെയിം സെറ്റ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാം. ഓക്കെ, ഇവിടെ HTML ക്ലോസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമുക്ക് ടാർജറ്റിംഗ് പറഞ്ഞു തന്നു. ടാർജറ്റിംഗ് നമ്മൾ ഇതേ ഫയൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് sample1.html എന്താണ്, sample1 ഫയൽ എന്നുള്ളതുണ്ട്, sample2.html sample2 ഫയൽ എന്നുള്ള 2 ഫയൽ. ഈ 2 ഫയലിലൂടെ നമ്മൾ എന്താ ഒരു ഹൈപ്പർ ലിങ്ക് കൊടുക്കുകയാണ്. ഓക്കെ, അത് നോക്കുക. ഇപ്പോൾ ഈ ഫ്രെയിംസ് ക്ലോസ് ചെയ്തു, ടൈറ്റിലിൻ്റെ 1 ഡൗൺ. ഓക്കെ, ഇനി നമ്മൾ ഇത് ടാർജറ്റ് ഫ്രെയിം. ഓക്കെ, ഓപ്പൺ. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചു എന്നുള്ളൂ. ഓക്കെ, ടൈപ്പ് ചെയ്തു. എന്തൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ കാണാം, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. HTML ഹെഡ് ടൈറ്റിലൊക്കെ ക്ലോസ് ചെയ്തു, ഫ്രെയിം സെറ്റ് ചെയ്തു. നമ്മൾ കോളം എന്താ 2 ഫ്രെയിമാക്കി ഡിവൈഡ് ചെയ്തു. ബ്രൗസർ വിൻഡോനെ 2 ഫ്രെയിമാക്കി ഡിവൈഡ് ചെയ്തു. വെർട്ടിക്കൽ ഫ്രെയിംസ് ആക്കി ഡിവൈഡ് ചെയ്തു, 2 സ്റ്റാർ. ഓക്കെ, ഇനി ഫസ്റ്റിൽ main.html എന്ന് പറയുന്ന ഫയലാണ് ലോഡ് ചെയ്യുന്നത്. main.html എന്താണ്, main.html എന്ന് വേറെ HTML ഫയലാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ ആ ഫ്രെയിമിൻ്റെ പേര് ലെഫ്റ്റ് ഫ്രെയിം, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ. അതുപോലെ സെക്കൻഡ് ഫ്രെയിം നമ്മൾ സെക്കൻഡ് ഫ്രെയിമിന് നമ്മൾ എന്ത് പേര് കൊടുത്തു, റൈറ്റ് ഫ്രെയിം എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇത് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ HTML ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ
ഇതിൻ്റെ സെക്കൻഡ് ആ മെയിൻ ഡോട്ട് എച്ച് ടി എം എൽ കാണിച്ചു തരാം. ഓക്കെ, മെയിൻ ഡോട്ട് എച്ച് ടി എം എൽ, ദ മെയിൻ ഡോട്ട് എച്ച് ടി എം എൽ ഓപ്പൺ വിത്ത് Geany. ഓക്കെ, ഇപ്പോൾ കണ്ട ഇപ്പോൾ മെയിൻ ഡോട്ട് എച്ച് ടി എം എൽ എന്താ, രണ്ട് ആങ്കർ ടാഗുകൾ, രണ്ട് ഹൈപ്പർ ലിങ്കുകൾ എടുത്തു. സാമ്പിൾ 1 സാമ്പിൾ 2 എന്ന് പറയുന്ന രണ്ട് ലിങ്കുകൾ എടുത്തു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സാമ്പിൾ 1 ഡോട്ട് എച്ച് ടി എം എൽ എന്ത് ചെയ്യും, ലോഡ് ചെയ്യും. സാമ്പിൾ 2 ക്ലിക്ക് ചെയ്താൽ സാമ്പിൾ 2 ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന ഫയൽ എന്ത് ചെയ്യും, ലോഡ് ചെയ്യും. ഇതിന് നമ്മൾ എവിടേക്കാണ് ലോഡ് ചെയ്യേണ്ട, ടാർജറ്റ്, അതാണ് ടാർജറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. ടാർജറ്റ് ഈക്വൽ ടു റൈറ്റ് ഫ്രെയിം, ടാർജറ്റ് ഈക്വൽ ടു റൈറ്റ് ഫ്രെയിം എന്ന് കൊടുത്തു. ഇനി ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് വെക്കാം. എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഏതാണ്, ഇതല്ല, നമ്മൾ ടാർജറ്റ് ഫ്രെയിം ഇവിടെ നിന്നാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കി വെക്കുക. ഇവിടുന്ന് എക്സിക്യൂട്ട് ചെയ്താൽ ഇപ്പോൾ ഫ്രെയിം എന്തായി, 2 എണ്ണായി. ഫ്രെയിം 2 എണ്ണായി. ഇതൊക്കെ നമുക്ക് ന്യൂ ലൈനിലൊക്കെ BR ഒക്കെ വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് സാമ്പിൾ 1 എന്ന ഹൈപ്പർ ലിങ്ക് ഇതാണ്ടോ, അതിൻ്റെ പിന്നെ ലിങ്ക് കളർ കണ്ടോ, ബൈ ഡിഫോൾട്ടായിട്ട് ബ്ലൂ ആണ്. ഓക്കെ, ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ കണ്ടോ, സാമ്പിൾ 1 ഫയൽ എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്തു. ഇത് ഇവിടുന്ന് സാമ്പിൾ 1 ഡോട്ട് എച്ച് ടി എം എൽ നമ്മൾ പ്രിൻറ്റ് ചെയ്തതാണ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഇത് വിസിറ്റഡ് ലിങ്കായി. ഓക്കെ, സാമ്പിൾ 2 ക്ലിക്ക് ചെയ്യുമ്പോൾ ദ സാമ്പിൾ 2 ഫയൽ എന്നിവിടെ പ്രിൻറ്റ് ചെയ്തു. ഇതാണ് റൈറ്റ് ഫ്രെയിം, ഇതാണ് ലെഫ്റ്റ് ഫ്രെയിം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പോൾ എന്താ, ബ്രൗസർ വിൻഡോനെ നമ്മൾ എന്ത് ചെയ്തു, 2 ഫ്രെയിമാക്കി ഡിവൈഡ് ചെയ്തു. ഇത് ലെഫ്റ്റ് ഫ്രെയിം, ഇത് റൈറ്റ് ഫ്രെയിം. ഓക്കെ, ലെഫ്റ്റ് ഫ്രെയിമിൽ നമ്മൾ എന്ത് ചെയ്തു, മെയിൻ ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന ഫയൽ ലോഡ് ചെയ്തു. മെയിൻ ഡോട്ട് എച്ച് ടി എം എല്ലിൽ എന്താണ്, 2 ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ? ഓക്കെ, ഇതവിടെ ഇതാ മെയിൻ ഡോട്ട് എച്ച് ടി എം എൽ ലോഡ് ചെയ്തു. അത് ലെഫ്റ്റ് ഫ്രെയിമിൽ, മറ്റേ ഫ്രെയിമിൻ്റെ പേര് റൈറ്റ് ഫ്രെയിം എന്ന് കൊടുത്തു. ഓക്കെ, ഇനി മെയിൻ ഡോട്ട് എച്ച് ടി എം എല്ലിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതാ 2 ആങ്കർ ടാഗ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2 ലിങ്ക് ചെയ്തു. സാമ്പിൾ 1 സാമ്പിൾ 2. ഈ സാമ്പിൾ 1 സാമ്പിൾ 2 നമ്മളവിടെ ബ്ലൂ കളറിൽ കണ്ട്, സാമ്പിൾ 1 സാമ്പിൾ 2. ഈ സാമ്പിൾ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സാമ്പിൾ 1 ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന ഫയൽ അപ്ലോഡ് ചെയ്യും. സാമ്പിൾ 2 എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സാമ്പിൾ 2 ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന ഫയൽ ലോഡ് ചെയ്യും. എവിടെ ലോഡ് ചെയ്യുക, റൈറ്റ് ഫ്രെയിമിലാണ് ലോഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ സാമ്പിൾ 1 ഡോട്ട് എച്ച് ടി എം എൽ എന്താ നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മൾ കണ്ടിരുന്നു. ഉണ്ടോ, സാമ്പിൾ 1 ഡോട്ട് എച്ച് ടി എം എൽ, അതിലെന്താ, അതാ സാമ്പിൾ 1 ഫയൽ എന്ന് കണ്ടില്ലേ, സാമ്പിൾ 1 ഫയൽ. മറ്റേതിൽ സാമ്പിൾ 2 ഫയൽ, അതാണ് ആ റൈറ്റ് ഫ്രെയിമിലോട്ട് ലോഡ് ചെയ്ത് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കെന്താ, ഇപ്പോൾ ടാർജറ്റ് ഫ്രെയിം ലോഡ് ചെയ്തു. നോക്കാം, ടാർജറ്റ് ഫ്രെയിം ലോഡ് ചെയ്തു. അത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ 2 ക്വാളിറ്റി ഡിവൈഡ് ചെയ്തു. സാമ്പിൾ 1 സാമ്പിൾ 2 ആങ്കർ ടാഗിൻ്റെ 2 എലമെൻറ്റ്. ഓക്കെ, സാമ്പിൾ 1 ക്ലിക്ക് ചെയ്താൽ സാമ്പിൾ 1 ഫയൽ ഇവിടെ വന്നു കണ്ടു. സാമ്പിൾ 2 ക്ലിക്ക് ചെയ്താൽ സാമ്പിൾ 2 ഫയൽ, സാമ്പിൾ 2 ഡോട്ട് എച്ച് ടി എം എൽ ഈസ് ലോഡഡ്. ഇതാണ് ടാർജറ്റിംഗ് ഫ്രെയിംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഫ്രെയിംസാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്താണ് ഫ്രെയിം എന്ന് പറഞ്ഞു, എന്തിനാണ് ഫ്രെയിം എന്ന് പറഞ്ഞു, ഫ്രെയിം സെറ്റ് ടാഗാണ് ഫ്രെയിം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് എന്ന് പറഞ്ഞു, ഫ്രെയിം സെറ്റ് ടാഗ് പറഞ്ഞു, അതിൻ്റെ ആട്രിബ്യൂട്ടുകൾ പറഞ്ഞു. പിന്നെ ഓരോ ഫ്രെയിമിലും ഏത് എച്ച് ടി എം എൽ ഫയലാണ് ലോഡ് ചെയ്താൽ നമ്മൾ എന്താ യൂസ് ചെയ്തിട്ടാണ് ഫ്രെയിം സ്പെസിഫൈ ചെയ്യുന്ന എന്താ, ഫ്രെയിം ടാഗാണ്. അത് MT ടാഗാണെന്ന് പറഞ്ഞു. ഫ്രെയിം സെറ്റ് കണ്ടെയ്നർ ടാഗാണ്. ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് പറഞ്ഞു, ഫ്രെയിം ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് പറഞ്ഞു. ഓക്കെ, പിന്നെ ടാർജറ്റിംഗ് ഫ്രെയിംസ് പറഞ്ഞു. പിന്നെ നമ്മളെന്താ, നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിംസും പറഞ്ഞു. ഇത്രയാണ് ഫ്രെയിംസിൽ ഉള്ളത്. ഇത് നിങ്ങൾ നല്ല ശ്രദ്ധിച്ചിട്ട് ക്ലാസ്സുകൾ കേൾക്കുക. കേട്ടാൽ ഇറ്റ് വിൽ ബി ക്ലിയർ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.